നമസ്കാരം മധു സർ. നമസ്കാരം അനിത. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് സാറിൻ്റെ ഒരു ഏറ്റവും ഫേവറേറ്റ് ടോപ്പിക്കാണ് ഹ്യൂമൻ റിസോഴ്സസ്. സാറിൻ്റെ 30 ഇയേഴ്സിൻ്റെ ഒരു റിച്ച് എക്സ്പീരിയൻസ് ഉണ്ട് ആസ് എ ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് ആൻഡ് HR ട്രെയിനർ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? വൈ ഈസ് എ കമ്പനീസ് ഹ്യൂമൻ റിസോഴ്സ് സോ ഇമ്പോർട്ടൻറ്റ്? എൻ്റെ ഒരു മനസ്സിലാക്കൽ SME സെക്ടറിൽ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രനേഴ്സിൻ്റെ ഏറ്റവും വലിയ 2 പെയിൻ പോയിന്റ് ആണ്. ഒന്ന് HR ഹ്യൂമൻ റിസോഴ്സ്, ആളുകളെ കൈകാര്യം ചെയ്യുന്നത്. 2 സാമ്പത്തിക ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഈ 2 കാര്യങ്ങൾ ഒരു SME എൻ്റർപ്രനറിൻ്റെ വലിയ പെയിൻ പോയിന്റുകളാണെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് വലിയ ഇഷ്ടമുള്ള 2 ടോപ്പിക്കാണിത്. അതിൽ പ്രത്യേകിച്ച് HR എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും യഥാർത്ഥത്തിൽ HR പറയും ബാലൻസ് ഷീറ്റിലാണ് കമ്പനിയുടെ അസറ്റ് ഉണ്ടാവുക എന്ന് പറയും. ഞാൻ പറയും ബാലൻസ് ഷീറ്റിലല്ല യഥാർത്ഥത്തിൽ അസറ്റ് കിടക്കുന്നത്, HR-ലാണ് എന്നാണ്. ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ എത്ര മിടുക്കരാണോ അത്രത്തോളം ആ സ്ഥാപനം ഉയർച്ചയിലെത്തും എന്നതാണ്. അപ്പം അതുകൊണ്ട് ഒരു എൻ്റർപ്രനർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന് ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും HR തന്നെയാണ് എന്നാണ്. ഇപ്പോൾ പലപ്പോഴും സ്ഥാപനങ്ങളിൽ, ചെറിയ സ്ഥാപനങ്ങളിൽ ഒരു HR ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവില്ല, ഒരു HR മാനേജർ ഉണ്ടാവില്ല. നമ്മളൊരു HR മാനേജറോ ഒരു HR ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവണം എന്നില്ല. പക്ഷേ ആ സ്ഥാപനത്തിൽ എൻ്റർപ്രനറോ അല്ലെങ്കിൽ വേറെങ്കിലും ഒരാളോ HR-മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരാളെങ്കിലും, അത് എത്ര ചെറിയ സ്ഥാപനമായാലും ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്രയും പ്രധാനപ്പെട്ടതല്ലേ. ഇപ്പോൾ ഉദാഹരണം, അനിതയെ ഇങ്ങനത്തെ ഒരു ഡിസ്കഷനിൽ നമ്മൾ ഒന്നിച്ചു വരാൻ കാരണം, അനിത ഇപ്പം എന്നെക്കുറിച്ച് പറഞ്ഞ പോലെ അനിത ഒരു റിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. മാനേജ്മെൻറ്റിൽ PG HR-ലായിരുന്നു. HR-ൽ ഒരുപാട് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. നിങ്ങളുടെ ഒരു അനുഭവത്തിൽ HR വളരെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയല്ലേ ഒരു സ്ഥാപനത്തിൽ? ഡെഫിനറ്റ്ലി സർ. HR ഒരു കമ്പനിയുടെ, ഒരു ഓർഗനൈസേഷൻ്റെ ഫേസ് ആണ്. ഒരു പുതിയ കാൻഡിഡേറ്റ് ഒരു ജോബ് അപ്ലൈ ചെയ്യുന്ന സമയത്തിൽ ആ HR ഡിപ്പാർട്ട്മെൻറ്റ് കൂടെയാണ് അവരുടെ ഫസ്റ്റ് കോൺടാക്ട്, ഫസ്റ്റ് ടച്ച് പോയിന്റ്. അപ്പോൾ ദ ഹാൻഡ് ഹോൾഡിങ് നമ്മൾ ചെയ്ത ഒരു ഓർഗനൈസേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് HR മാനേജർ ആയിരിക്കും, HR എക്സിക്യൂട്ടീവ്. HR ഇല്ലെങ്കിൽ ആരെങ്കിലും സീനിയർ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന സീനിയർ എംപ്ലോയി ആയിരിക്കും. അപ്പോൾ ആ HR ഇൻഡക്ഷനാണ് ഒരു കമ്പനിയുടെ കൂടെ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് കൊടുക്കുന്ന, ഒരു ഫീലിംഗ് കൊടുക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് എംപ്ലോയിക്ക്. അതെ അതെ. പക്ഷേ പലപ്പോഴും നമ്മൾ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് HR. സെയിൽസിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസോ ഓപ്പറേഷൻസിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസോ ചിലപ്പോൾ നമ്മൾ HR-ന് കൊടുക്കാറില്ല. ജീവനക്കാർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരെ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലൂടെ കൊണ്ടുവരിക, ഒരു ഇൻഡക്ഷൻ കൊടുത്ത് ഈ സ്ഥാപനത്തിൻ്റെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായി മാറ്റുക, അത് കഴിഞ്ഞിട്ട് അവരെ നിരന്തരം എംപവർ ചെയ്യുക, അവരുടെ ഒരു പെർഫോമൻസ് റിവ്യൂ നടത്തുക, അവർക്കൊരു ഫീഡ്ബാക്ക് കൊടുക്കുക. അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും പൊതുവെ പല സ്ഥാപനങ്ങളിലും നടക്കാറില്ല എന്നതാണ്. ഇപ്പോൾ എനിക്ക് ഒരു HR ഒരു അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു സ്ഥാപനത്തിൽ, ഒരു സാധാരണ സ്ഥാപനത്തിൽ ഒരു HR-ൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? ഓക്കെ, ഒരു പുതിയതായിട്ട് ഒരാൾ ജോയിൻ ചെയ്തപ്പോൾ നമ്മൾ അവർക്കൊരു ഓറിയൻറ്റേഷൻ കൊടുക്കണം. എങ്ങനെ അവർ ഓരോരോ ഓർഗനൈസേഷനിൽ എന്തൊക്കെയാണ് നമ്മൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, എന്തൊക്കെയാണ് സ്റ്റെപ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട്, പോളിസീസ് ഉണ്ട്, കൃത്യമായിട്ട് നമ്മൾ അവർക്കൊരു പ്രോപ്പർ ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കണം. ഒരാൾ പുതുതായിട്ട് ജോലിക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ വേറെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത ആളായിരിക്കും. പക്ഷേ ഈ സ്ഥാപനത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യങ്ങൾ, ഇവിടുന്ന് ഇതിൻ്റെ ഒരു കൾച്ചർ, ഇവിടെ പാലിക്കപ്പെടുന്ന കാര്യം, ഇതൊക്കെ അവർക്ക് നമ്മൾ ഒരു ട്രെയിനിങ് ആയിട്ട് കൊടുക്കണം. അതാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ എന്തൊക്കെയാ ഒരു ഓർഗനൈസേഷൻ്റെ കൂടെ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്, ലൈക്ക് ഐ മെൻഷൻഡ് ഏർലിയർ, അത് അവർക്ക് വേണമെങ്കിൽ കൊടുത്താൽ, നമ്മൾ കറക്റ്റായിട്ട് കൊടുത്താൽ അവരാണ് നമ്മളുടെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ്. വൺസ് അവർ പുറത്ത് പോയി നമ്മളുടെ കമ്പനിയുടെ ഡിസ്കസ് എന്തെങ്കിലും അത് ചെയ്താൽ ദേ ഷുഡ് ഫീൽ പ്രൗഡ്. അവർക്കും ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് വേണം. ഓൺലി ദെൻ ദേ വിൽ ഹാവ് ഗുഡ് പ്രൊഡക്ടിവിറ്റി ഇൻ ദെയർ ജോബ്. ഈ സ്ഥാപനത്തിന്റെ ഭാഗമാണ് അവരെന്ന് അവരെ നമ്മൾ ധരിപ്പിക്കേണ്ടത് നമ്മുടെ അനിവാര്യമായ ഒരു കാര്യമാണ് അല്ലേ? ഷുവർ. ഒരു കമ്പനിയുടെ ബിഗ്ഗസ്റ്റ് ആസെറ്റ് ഹ്യൂമൻ റിസോഴ്സ് ആണ്. ദേ ആർ ദി സ്ട്രോങ്കസ്റ്റ് പോയിന്റ്, ദേ ആർ ദ വീക്കസ്റ്റ് ലിങ്ക്. അവർ ഒരു സ്ട്രോങ്കസ്റ്റ് പോയിന്റ് ആയാൽ അവർ മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും അവർക്ക്, ആൻഡ് ദേ വിൽ ബി ഏബിൾ ടു ഗ്രോ വിത്ത് ദി ഓർഗനൈസേഷൻ. നമ്മൾ ഒരു കമ്പനിയിൽ ഒരാളെ എടുത്താൽ നമ്മൾക്കൊരു കറക്റ്റ് അവർക്കൊരു റോഡ് മാപ്പ് കൊടുക്കാൻ പറ്റണം. വി ഷുഡ് ബി ഏബിൾ ടു ടെൽ ദം നെക്സ്റ്റ് 5 years
നിങ്ങൾ എവിടെ എത്തും നമ്മളുടെ കമ്പനിയുടെ കൂടെ വർക്ക് ചെയ്താൽ പെർഫോം ചെയ്താൽ നിങ്ങൾ ഏത് സ്റ്റേജ് വരെ നിങ്ങൾക്ക് എത്താൻ പറ്റും. നോട്ട് ഓൺലി പ്രൊഫഷണലി, നോട്ട് ഓൺലി ഫിനാൻഷ്യലി, ഒരു സെൻസ് ഓഫ് ഒരു ഇമോഷണൽ അവർക്ക് ഒരു ബോണ്ടിങ് ഉണ്ടാവും കമ്പനിയുടെ കൂടെ. അതർവൈസ് ഫോർ ഫ്യൂ തൗസൻഡ് എക്സ്ട്രാ റുപ്പീസ് ആൾക്കാർ ഒരു ജോബ് വിട്ടിട്ട് അടുത്ത ജോബ് ഇങ്ങനെ ജമ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതായത് ഒരാൾ നമ്മുടെ സ്ഥാപനത്തിൽ വന്നാൽ അയാൾ 5 കൊല്ലം കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അടുത്ത ഭാവിയിൽ അയാൾക്കൊരു കരിയർ ഉണ്ടെന്നും, ഒരു കരിയർ പാത്ത് എന്നൊക്കെ പറയാം അല്ലേ, ഒരു കരിയർ ഉണ്ടെന്നും ഇവിടെ നിന്നാൽ ഗുണമുണ്ടെന്നും ഇതിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമായി ഫ്യൂച്ചറിൽ അദ്ദേഹം ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അദ്ദേഹത്തിന് ഒരു വഴി കാണിച്ചു കൊടുക്കേണ്ടത് അനിവാര്യമാണ് അല്ലേ? അത് ദാറ്റ്സ് എ വെരി ബിഗ് മോട്ടിവേഷൻ. സ്പെഷ്യലി ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാർക്ക് മണി മേ നോട്ട് ബി ദ ബിഗസ്റ്റ് മോട്ടിവേഷൻ. ആൾക്കാർക്ക് ഇപ്പോൾ amount or money is not a very big thing. അത് അവർക്ക് കിട്ടും. What is important for them is, are they feeling good? Are they feeling happy about the job what they are doing? ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഒരു 9 hours 10 hours ഒരു ജോബ് ചെയ്ത് കഴിഞ്ഞിട്ട് are they feeling happy about it? എവറി മൺഡേ ഒരു വീക്കെൻഡ് കഴിഞ്ഞിട്ട് എവറി മൺഡേ അവർക്ക് ഓഫീസ് വരണോണ്ട് ഒരു ഹാപ്പി ഫീലിംഗ് ഉണ്ട്. അതാണ് അവർ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ആ ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ടാക്കാൻ ആ HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. അനിത പറഞ്ഞോട് ഞാൻ കംപ്ലീറ്റ്ലി യോജിക്കുകയാണ് കേട്ടോ. കാരണം ആളുകൾ പലപ്പോഴും ധരിക്കുന്നത് ശമ്പളം കൊണ്ട് മാത്രമാണ് ജീവനക്കാർ ജോലി ചെയ്യണമെന്നാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഈ ഒരാൾക്ക് നമ്മളെക്കാൾ കൂടുതൽ ശമ്പളം കിട്ടുമ്പോൾ പോകുന്നത് ആ കൂടുതൽ ശമ്പളം കിട്ടിയതിന് വേണ്ടിയിട്ടല്ല. ഇവിടെ അയാൾ സംതൃപ്തനല്ല, ഇയാളുടെ ജോലിയിൽ അയാൾ ഹാപ്പി അല്ല, ഇയാൾ അത്രയും അയാൾ എൻജോയ് ചെയ്യുന്നില്ല ആ ജോലി. അപ്പം അതുകൊണ്ടാണ് അയാൾ പോകുന്നത്. അപ്പോൾ ഒരു നല്ല ഓർഗനൈസേഷൻ അറ്റ്മോസ്ഫിയർ, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ വർക്കിംഗ് എൻവയറൺമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവനക്കാരെ നമ്മുടെ കൂടെ തന്നെ നിർത്താം. പിന്നെ ഞാനെപ്പോഴും പറയും, ഇതൊക്കെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒരു ബേസിക്കായി ഒരു HR നമ്മുടെ 5 പേരായിക്കോട്ടെ, 2 പേരായിക്കോട്ടെ, 3 പേരായിക്കോട്ടെ, ഒരു HR ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലാത്ത സ്ഥാപനം ആയിക്കോട്ടെ, അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങൾ ആ സ്ഥാപനത്തിൽ ചെയ്യണം. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഇവരോട്, കാരണം ആളുകൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാകും. ഇപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയാം, എന്നിട്ട് അനിത അത് ഒന്ന് കോംപ്ലിമെൻ്റ് ചെയ്യും. നമ്മൾക്കൊരു ഗ്രൗണ്ട് വർക്ക് സെറ്റ് ചെയ്യണം, ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യണം ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി. അത് എന്താണ്? ഒരു വി ക്യാൻ പ്രിപ്പയർ എ HR പോളിസി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈ? ബിക്കോസ് ദാറ്റ് വിൽ ഗിവ് എ ക്ലാരിറ്റി. ഒരാൾ ഒരു പുതിയതായിട്ട് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്താൽ അതിൻ്റെ പ്രോസസ്സസ് എന്താ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താ, അത് എവറിബഡി ഷുഡ് വർക്ക് ഇൻ ആൻ അലൈൻമെൻറ്റ്. ഇറ്റ് ക്യാൻ ബി സംതിങ് ലൈക്ക് ഓഫീസ് അറ്റൻഡൻസ് പോളിസി, ഇറ്റ് ക്യാൻ ബി എ ലീവ് പോളിസി, ഇറ്റ് ക്യാൻ ബി റിക്രൂട്ട്മെൻറ്റ് പോളിസി. വെൻ എ പേഴ്സൺ ഇസ് ലീവിങ് ദി ഓർഗനൈസേഷൻ, എംപ്ലോയി എക്സിറ്റ് പോളിസി, അങ്ങനത്തെ കുറേ പോളിസീസ് ഉണ്ടാവും. ഒരാൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ അയാൾ ആ സ്ഥാപനത്തിൽ എങ്ങനെ ജോലി ചെയ്യണം, അവിടെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നെല്ലാം എഴുതപ്പെടുന്ന ഒരു ഡോക്യുമെന്റിന്റെ പേരാണ് HR പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു HRന്റെ ബേസിക് ഡോക്യുമെന്റ് ആണ് HR പോളിസി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഒരു പോളിസി ഉറപ്പായി ഒരു സ്ഥാപനത്തിൽ ഉണ്ടാക്കേണ്ടതാണ്. ആ ഡോക്യുമെന്റ് വെച്ച് നമ്മൾക്കൊരു റെഫറൻസ് പോയിന്റ് ആണ്. ടുഡേ ആ HR മാനേജർ ഇല്ലെങ്കിൽ നമ്മൾക്ക് ആ ഡോക്യുമെന്റ് റെഫർ ചെയ്തിട്ട് നമ്മൾക്ക് എല്ലാ പോളിസീസ്, ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആ കമ്പനിയുടെ നമ്മൾക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതല്ലേ ഉദാഹരണം ഒരു ഓർഗനൈസേഷൻ ചാർട്ട് എന്ന് പറയുന്നത്. പലപ്പോഴും ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ ഞാൻ എപ്പോഴും തമാശയ്ക്ക് പറയുന്ന കളിയുണ്ട്, അർജന്റീന ടീം കളിക്കുമ്പോൾ മെസ്സി ചോദിക്കുകയാണ് ഞാൻ എവിടെയാണ് കളിക്കേണ്ടത്, അങ്ങനെയൊന്നുമില്ല, നീ തോന്നിയ സ്ഥലത്തിരുന്ന് കളിച്ചോ, അയാളുടെ പൊസിഷൻ എന്താന്ന് പറയണ്ടേ. അതുപോലെ ഒരു ഓർഗനൈസേഷൻ ചാർട്ട്, ഓരോരുത്തർക്കും എവിടെ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ചാർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുണ്ടെങ്കിലല്ലേ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി നമുക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് HR പോളിസി വേണം, ഒരു ഓർഗനൈസേഷൻ ചാർട്ട് വേണം. പിന്നെ മൂന്നാമത് എനിക്ക് തോന്നുന്നത് ഈ അവിടെ ജോലി ചെയ്യുന്ന ഓരോ ആളുകൾക്കും വേണ്ടി ഒരു JD വേണം, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സാധനം. അതായത് ഒരാളുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്താ, ആ ജോലി നന്നായി നിർവഹിക്കാൻ വേണ്ട കഴിവെന്താ, എന്ത് അറിവാണ് വേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അത് കൃത്യമായി ഡിഫൈൻ ചെയ്തിരിക്കുന്ന
ഒരു ഡോക്യുമെന്റിനെയാണ് നമ്മൾ JD എന്ന് പറയുന്നത്. Yes. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ 10 പേര് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 10 പേർക്കും വേണ്ട ഒരു JD ആ സ്ഥാപനത്തിൽ ഉണ്ടാവേണ്ടതാണ്. Definitely. ഉണ്ടായെങ്കിൽ മാത്രമേ അയാൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അയാൾക്ക് മനസ്സിലാവുള്ളൂ, അല്ലേ? അപ്പോൾ പ്രധാനമായും 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, ഒരു HR പോളിസി. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് ഓർഗനൈസേഷൻ ചാർട്ട്. മൂന്നാമത് പറഞ്ഞത് JD എന്ന് പറയുന്ന 3 കാര്യങ്ങൾ, അല്ലേ? പിന്നെന്താ നമുക്ക് സർ, റിഗാർഡിംഗ് JD, സർ പറഞ്ഞ പോലെ ഹ്യൂമൻ റിസോഴ്സ് പെർസ്പെക്റ്റീവ് ഇഫ് ഐ സേ ഒരു JD ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരാൾ ഒരു ജോബിൻ്റെ ക്ലാരിറ്റി അവർക്ക് ക്ലിയർലി മനസ്സിലാവും, അവരുടെ സ്കോപ്പ് ഓഫ് വർക്ക് എന്താ. ചിലപ്പോൾ നമ്മൾ കുറേ എക്സ്ട്രാ ഇനിഷ്യേറ്റീവ്സ് നമ്മളുടെ ജോബിൽ നമ്മൾ എടുക്കും, ദാറ്റ് ഈസ് ഓക്കെ. ബട്ട് അതില്ലാണ്ട് നമ്മൾക്ക് ഒരു ക്ലിയർ ഒരു പിക്ചർ ഉണ്ടാവും, എൻ്റെ ജോബ് എന്താ, എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താ, ഹൂ ആം ഐ റിപ്പോർട്ടിംഗ് ടു, ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് തിങ്സ് ഐ ഹാവ് ടു ഡു ഓൺ എ ഡെയിലി ബേസിസ്, വീക്ക്ലി ബേസിസ്. നമ്മൾ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾക്ക് അതിൽ പറയാൻ പറ്റും ജോബ് ഡിസ്ക്രിപ്ഷനിൽ. സോ ദാറ്റ് വിൽ ഓൾസോ ബ്രിങ് എ ലോട്ട് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഫോർ ദി ന്യൂ ജോയിനിങ്. അതിൻ്റെ കൂടെ തന്നെ സർ നമ്മൾക്ക് ഇപ്പോൾ വി ക്യാൻ ഹാവ് ലോട്ട് ഓഫ് ലെറ്റേഴ്സ്, HR ലെറ്റേഴ്സ്. ഇപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട് കുറേ ഓർഗനൈസേഷൻസ് നമ്മൾ HR ലെറ്റേഴ്സ് അങ്ങനെ ഒരു കൊടുക്കുന്ന ഒരു പ്രാക്ടീസ് ഇല്ല നമ്മൾക്ക്. അപ്പോൾ HR ലെറ്റേഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഉദാഹരണം ഒരാളെ നമ്മൾ ജോലിക്ക് എടുക്കുമ്പോൾ ഒരു ഓഫർ ലെറ്റർ കൊടുക്കുക, അദ്ദേഹം ജോലിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കുക, ഒരു എംപ്ലോയി എഗ്രിമെന്റ് ഉണ്ടാക്കുക. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളിൽ നമ്മൾ ഇപ്പൊ പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ഒരു പ്രൊമോഷൻ ലെറ്റർ കൊടുക്കുക, ഇല്ലെങ്കിൽ ഇൻക്രിമെന്റ് കൊടുക്കുമ്പോൾ ഇതെല്ലാം ഡോക്യുമെന്റ് ആക്കി തന്നെ ചെയ്യണം, അല്ലേ? ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ആ ഡോക്യുമെന്റ്സ് നമ്മൾ കുറേ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതൊരു ഇറ്റ് ആക്ട്സ് ആസ് എ ഡോക്യുമെന്റ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. അതേപോലെ നമ്മൾ ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഫോളോ ചെയ്താൽ ആ എംപ്ലോയിക്ക് ഓർ ആ ന്യൂ ജോയിനിക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവും, യെസ് എനിക്കൊരു വാല്യൂ ഉണ്ട്, എനിക്കൊരു നല്ല റെക്കഗ്നിഷൻ കിട്ടുന്നുണ്ട്, എനിക്കൊരു ലെറ്റർ കിട്ടിയിട്ടുണ്ട്, ഇൻക്രിമെൻറ്റ് ലെറ്റർ ഓർ പ്രൊമോഷൻ ലെറ്റർ. ദേ ക്യാൻ ടേക്ക് ഇറ്റ് ബാക്ക് ആൻഡ് ഷോ ഇറ്റ് ടു ദിയർ ഫാമിലി. അത് അവർക്കൊരു സെൻസ് ഓഫ്, സോ എവറിഥിങ് കനോട്ട് ബി ഗിവൺ ബൈ മണി. നമ്മളൊരു ഫിനാൻഷ്യലായിട്ട് ചിലപ്പോൾ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ബട്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ലൈക്ക് പ്രൊമോഷൻ ലെറ്റർ ഓർ ഇൻക്രിമെൻറ്റ് ലെറ്റർ വിൽ ബ്രിങ് ദം ലോട്ട് ഓഫ് ഹാപ്പിനെസ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഇങ്ങനത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു HR ഏതൊരു സ്ഥാപനത്തിലും HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെയ്യേണ്ടതാണ്. അതായത് അവിടെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള JD, ഓർഗനൈസേഷൻ സ്ട്രക്ചർ, HR പോളിസി, പിന്നെ അതുപോലെ തന്നെ അവരുടെ ഓഫ് ലെറ്റേഴ്സ്. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, റിക്രൂട്ട്മെന്റ് പ്രോസസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം, അല്ലേ? എങ്ങനെയാണ് ഒരാളെ ജോലിക്ക് എടുക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ ഇത്രയൊക്കെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എല്ലാ സ്ഥാപനങ്ങളിലും നടപ്പാക്കണം എന്നാണ്. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ അത്തരം സർവീസുകൾ കൊടുക്കുന്നുണ്ടല്ലോ. ഇങ്ങനത്തെ ഒരു സർവീസ് സമഗ്ര കൊടുക്കുമ്പോൾ എത്ര ദിവസം എടുക്കുക? ഇപ്പൊ ഇങ്ങനത്തെ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി കൊടുക്കാൻ എത്ര ദിവസം എടുക്കുക സാധാരണ? ഒരു ഇറ്റ്സ് യൂഷ്വലി ഇങ്ങനത്തെ കൺസൾട്ടേഷൻ ഡെഫിനറ്റ്ലി ഒരു 2-way പ്രോസസ്സാണ്. നമ്മളുടെ ക്ലയൻറ്റിൻ്റെ കൂടെ ഇരുന്നിട്ട് അവരുടെ കൺസേൺസ് എന്താ, അവരുടെ ഇഷ്യൂസ് എന്താ, അത് ഫസ്റ്റ് നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യും. ഓരോ സ്ഥാപനത്തിനും അവരുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഇത് കസ്റ്റമൈസ് ചെയ്യും. ഡെഫിനറ്റ്ലി, ബിക്കോസ് സം പോളിസീസ് ആർ ജനറിക്. കുറച്ച് പോളിസീസ് എല്ലാ കമ്പനീസിലും ഉണ്ടാവും, ലൈക്ക് നമ്മളുടെ ലീവ് പോളിസി, അറ്റൻഡൻസ് പോളിസി, ഡ്രസ് കോഡ് പോളിസി, അത് കുറച്ച് ജനറിക് പോളിസീസ് ആണ്. ബട്ട് ദർ വിൽ ബി ലോട്ട് ഓഫ് പോളിസീസ് ഒരു കമ്പനി ടു കമ്പനി വ്യത്യാസം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഒരു 10 എംപ്ലോയീസിൻ്റെ കമ്പനി വിൽ ഡെഫിനറ്റ്ലി ഹാവ് എ ഡിഫറെൻറ്റ് HR പോളിസി ഇഫ് യു കമ്പയർ ഇറ്റ് ടു എ 100 or 100+ എംപ്ലോയീസ് പോളിസി. അപ്പോൾ നമ്മൾ ക്ലയൻറ്റിൻ്റെ കൂടെ ഇരുന്നിട്ട് അവരുടെ എന്താ ആവശ്യമുണ്ട് അത് മനസ്സിലാക്കിയിട്ട് ദെൻ വി ഗോ അഹെഡ് ആൻഡ് പിച്ച് ദി HR പോളിസി കൺസൾട്ടേഷൻ വിത്ത് ദം. നമ്മളുടെ വി ട്രൈ ടു കംപ്ലീറ്റ് ഇറ്റ് വിതിൻ 10 days or maximum up to 15 days. Okay. But it depends upon the client availability. അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ചെയ്യുന്നതാണ്. Definitely. വെരി ഗുഡ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, HR എന്ന് പറയുന്ന സാധനം ശ്രദ്ധിക്കാത്തത്. നമുക്ക് നന്നായി സെയിൽ നടക്കുന്നു. പലപ്പോഴും എന്റർപ്രണർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, സാറേ ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, ചെയ്യുന്നില്ല, ഞാൻ വേസ്റ്റ് ആയിട്ട് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ അത് എംപ്ലോയിയുടെ കുഴപ്പമായിട്ടല്ല ഞാൻ കാണുക, അത് എന്റർപ്രണറുടെ കുഴപ്പം. അദ്ദേഹത്തിനെ മാനേജ് ചെയ്യാൻ, അദ്ദേഹത്തിനെ എംപവർ ചെയ്യാൻ, അതായത് ആ ജീവനക്കാരെ എംപവർ ചെയ്യാൻ, മാനേജ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ഒരു എന്റർപ്രണർ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഒരു HR ഡിപ്പാർട്ട്മെന്റിൽ ഒരു സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സസ് പതുക്കെ കൊണ്ടുവന്നാൽ അത് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ എംപ്ലോയി റിട്ടൻഷൻ
and employee satisfaction. വെരി ഗുഡ്. അതായത് ഒരു മെല്ലെ മെല്ലെ തുടങ്ങുക, എന്നിട്ട് നമുക്കൊരു സിസ്റ്റം പ്രോസസ്സ് കൊണ്ടുവരാം. ഇനി നമുക്ക് ഇതുപോലെ HR-മായി ബന്ധപ്പെട്ട കുറച്ച് ഡിസ്കഷൻസ് നടത്താം. കാരണം നമ്മുടെ ആളുകൾക്ക് വലിയ ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ആ ടോപ്പിക്. എനിവേ, താങ്ക് യു അനിത. Thank you, sir. Thank you for your time.